നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഡൗൺ ഫേസ് ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു ഡൗൺ ഫേസിൻ്റെ ടൈമിൽ അതൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പലരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അപ്രതീക്ഷിതമായി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്നവർ നമ്മളുടെ ആ ഒരു മൂഡും അതുപോലെ തന്നെ ആ ഒരു ഹോപ്പും ഒക്കെ കൊണ്ടുവരാൻ വളരെ സഹായിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ആ ഒരു തീമാണ് സിനിമ ഡീൽ ചെയ്യുന്നത്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ജൂലിയൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ചേച്ചി മരിച്ചിട്ട് ആ ഒരു ഫാമിലി അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെയുള്ള ഒരു ടൈമിൽ ജൂലിയൻ്റെ ലൈഫിലോട്ട് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ് ഹെഡ്വിഗ്. സോ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ പോസിറ്റീവിലേക്ക് വരാം. സിനിമയുടെ പ്രധാന പോസിറ്റീവ് സിസിലൈൻ എ മോസിലിൻ്റെ ഡയറക്ഷനാണ്. ഒരു നോർവീജിയൻ ആക്ട്രസും ഡയറക്ടറും കൂടിയാണ് സിസിലൈൻ എ മോസിൽ. സോ ആ ഒരു ഡയറക്ഷനാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റായി തോന്നിയത്. അതുപോലെ തന്നെ പെർഫോമൻസസ് എടുത്തു പറയേണ്ട ഒന്നാണ്. രണ്ട് ചൈൽഡ് ആക്ടേഴ്സിനും പെർഫോമൻസ് ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കാരണം കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് അവരെയാണ്. സോ ആ ഒരു സ്റ്റോറിക്ക് അനുസരിച്ചുള്ള അതിലും മുകളിൽ പോകുന്ന പെർഫോമൻസസ് ആയിരുന്നു ആ ഒരു സിനിമയിലുണ്ടായിരുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു എമോഷണൽ കണ്ടന്റ്, അതിൻ്റെ സ്റ്റോറിയാണ് ഏറ്റവും മികച്ചൊരു ആസ്പെക്റ്റ് ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ സിനിമയുടെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ട ഒന്നാണ്. ആ ഒരു ക്രിസ്മസ് ടൈമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിഷ്വൽസ് നല്ല അടിപൊളി വിഷ്വൽസ് ആയിരുന്നു.